നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ ലൈംഗിക അതിക്രമം. ജിൻഡാൽ ഗ്രൂപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനിൽ നിന്നും ലൈംഗിക അതിക്രമം നേരിട്ടെന്ന പരാതിയുമായി യുവതി രംഗത്ത്. അടുത്ത സീറ്റിലിരുന്ന ദിനേശ് കുമാർ സരോഗി എന്നയാൾ തന്നെ അശ്ലീല വീഡിയോ കാണിച്ചുവെന്നും ശേഷം തന്നെ കയറി പിടിക്കുകയായിരുന്നുവെന്നും യുവതി പരാതി പറഞ്ഞിരിക്കുകയാണ്. കൊൽക്കത്തയിൽ നിന്നും അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് വിമാനത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് 28-കാരി ഈ സംഭവ വികാസങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. കൊൽക്കത്ത പോലീസിന് രേഖാമൂലം പരാതി നൽകിയെന്നും പെൺകുട്ടി അറിയിച്ചു. എന്തായാലും എക്സിൽ യുവതി കുറിച്ചത് ഇപ്രകാരമാണ്: ജിൻഡാൽ സിഇഒയായ ദിനേശ് കെ സരോഗി വിമാനത്തിൽ തൊട്ടടുത്ത സീറ്റിലാണ് ഇരുന്നത്. ഏകദേശം 65 വയസ്സ് ഉള്ള വ്യക്തിയാണ് അയാൾ. ഒമാനിലാണ് താമസിക്കുന്നത്. പതിവായി യാത്ര ചെയ്യാറുണ്ട് എന്നൊക്കെ തന്നോട് പറഞ്ഞു. കുടുംബവിശേഷങ്ങൾ തന്നോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഒരു സാധാരണ രീതിയിലെ സംഭാഷണമായിരുന്നു നടന്നത്. 2 ആൺമക്കൾ US-ൽ താമസിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് തന്റെ ഹോബിയെക്കുറിച്ച് ഇങ്ങോട്ട് ചോദിച്ചു. സിനിമകൾ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിനിമകൾ കാണുന്നത് ഇഷ്ടമാണെന്ന് താൻ മറുപടി പറഞ്ഞു. തന്റെ ഫോണിൽ സിനിമാ ക്ലിപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഫോണും ഇയർഫോണും യുവതിക്ക് നേരെ നീട്ടുകയായിരുന്നു. എന്നാൽ അശ്ലീല വീഡിയോ ആയിരുന്നു അതിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ തന്റെ ദേഹത്ത് പരതാൻ തുടങ്ങി, അതായത് തന്റെ ദേഹത്ത് സ്പർശിക്കാൻ തുടങ്ങി. പേടിച്ചു വിറച്ച് താൻ വാഷ്റൂമിലേക്ക് ഓടി വിമാന ജീവനക്കാരനോട് പരാതി പറയുകയും ചെയ്തുവെന്നും യുവതി വെളിപ്പെടുത്തി. മാത്രമല്ല, നന്ദി ഇത്തിഹാദ് ടീം, വളരെ സജീവമായി നിങ്ങൾ പ്രവർത്തിച്ചു, ഉടൻ നടപടിയെടുത്തു, അതിന് വളരെയധികം നന്ദിയുണ്ടെന്ന് ഇത്തിഹാദ് ടീമിനോടും യുവതി അറിയിച്ചിട്ടുണ്ട്. അവർ തന്നെ അവരുടെ ഇരിപ്പിടത്തിലിരുത്തി ചായയും പഴങ്ങളും നൽകിയെന്നായിരുന്നു യുവതിയുടെ കുറിപ്പ്. ജിൻഡാൽ സ്റ്റീൽ ചെയർമാൻ നവീൻ ജിൻഡാൽ വിഷയത്തെക്കുറിച്ച് എത്രയും വേഗം അന്വേഷിക്കുമെന്നും എക്സിക്യൂട്ടീവിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും പറഞ്ഞു. സീറ്റിൽ നിന്ന് മാറിയിരുന്നതിന് ശേഷം സരോഗി എയർലൈൻ ജീവനക്കാരോട് തന്നെക്കുറിച്ച് അന്വേഷിച്ചതായും യുവതി പറയുകയുണ്ടായി. എന്നാൽ സരോഗി കഴിഞ്ഞ വർഷം മുതൽ കമ്പനിയുടെ CEO അല്ലെന്നാണ് ജിൻഡാൽ ഗ്രൂപ്പിന്റെ വിശദീകരണം. സരോഗി നിലവിൽ ഒമാനിലെ വൾക്കൻ ഗ്രീൻ സ്റ്റീലിന്റെ CEO ആണെന്നും ആ കമ്പനിയുമായി ജിൻഡാലിന് യാതൊരു ബന്ധവുമില്ല എന്നും കമ്പനി പ്രസ്താവനയിലൂടെ അറിയിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.